ഇതെനിക്ക് 2-3 വർഷം മുമ്പ് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ എയർപോഡാണ്. അപ്പോൾ ഇതിൽ എൻ്റെ പേരുണ്ട്. അതുപോലെ ഞാൻ ടോവിന് ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്ത എയർപോഡാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? അതുപോലെ നമുക്ക് പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ സൈറ്റ് വഴി ഓർഡർ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് ഏതാണ് എയർപോഡ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പേഴ്സണലൈസ് ദം ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ എടുക്കണം. അത് എടുത്ത് കഴിയുമ്പം അതിനകത്ത് പേഴ്സണലൈസ് യുവർ എയർപോഡ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിൽ കുറേ ഇമോജീസും ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിങ്ങനെ ചൂസ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അത് മാത്രമല്ല ഇത് കാണാനും ഭയങ്കര ക്യൂട്ടാണ്. ആപ്പിളിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ അകത്ത് ആപ്പിൾ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്പ് വഴി നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ ഡയറക്റ്റ് പോയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമെയിൽ ID ഒക്കെ കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇമെയിൽ വഴി സെൻഡ് ആവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ദിവസവും അതിന് ടൈമും ഒക്കെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പോലെ ഓപ്ഷനും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ മെസ്സേജ് ആയിട്ട് ആഡ് ചെയ്യാനും അതിൻ്റെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷനും പിന്നെ ഒരു റാപ്പ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും കാണാം. ബൈ.